ഓച്ചിറ വല്യച്ഛൻ എന്ന് കേട്ടാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ മൂർത്തിയാണ് ഓച്ചിറ വല്യച്ഛൻ. അവിടെ പ്രത്യേക ആരാധനാ വിഗ്രഹങ്ങളോ ബിംബങ്ങളോ ഒന്നും തന്നെയില്ല. പരബ്രഹ്മ ക്ഷേത്രമാണത്. അവിടെ വൃശ്ചിക ഉത്സവം തുടങ്ങി ഇന്ന്. വൃശ്ചികോത്സവം എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷപരമായി കാർണിവലാണ് നടക്കുന്നത്. വൃശ്ചികോത്സവം 12 ദിവസത്തെ 12 വിളക്കുത്സവം, ഭജനമഠങ്ങൾ, അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഭജനമഠത്തിൽ ഭജന ഇരുന്ന് പ്രാർത്ഥിക്കും. അത് ഓരോ ഭജനമഠത്തിനും പ്രത്യേക റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാന വിളക്കിൽ കത്തിക്കുന്ന നെയ്ത്തിരിയിൽ നിന്ന് വിളക്ക് കത്തിച്ച് ഭജനമഠത്തിൽ വിളക്ക് ഒരുക്കി ആ വിളക്ക് കെടാതെ സൂക്ഷിച്ച് ഭജനമിരിക്കുന്ന ആളുകൾ കരിയും കുറിയും ചെളിക്കുറിയും അണിഞ്ഞ് അവരവിടെ ഇരിക്കും. ഇതിനിടയിലാണ് ഉത്സവം പൊടിപൊടിക്കുന്നത്, സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നത്, കലാപരിപാടികൾ നടക്കുന്നത്, കാർണിവൽ നടക്കുന്നത്. ധാരാളം ഭിക്ഷക്കാരും ഇവിടെ ഇങ്ങനെ ഒഴുകിയെത്തും. ആളുകൾ വരുന്നു, നിരവധി ആളുകൾ അവർക്ക് പൈസ കൊടുക്കുന്നു. ഇങ്ങനെ ഭിക്ഷക്കാരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സ്വന്തമായി ഉണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കുറച്ചു കാലം മുമ്പ്, അതായത് 2006-2008 കാലഘട്ടത്തിൽ ഞാൻ കൊല്ലത്ത് തന്നെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ബ്യൂറോയുടെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓച്ചിറ വിളക്കിൻ്റെ സീസണിൽ എന്നോട് എൻ്റെ ചീഫ് പറഞ്ഞു, അവിടെ പോകണം, അവിടെ ഭിക്ഷാടന മാഫിയുണ്ട്, അവിടെ പോയി വേഷം മാറി ബട്ടൺ ക്യാമറയൊക്കെ വെച്ചിരിക്കണം. അങ്ങനെ ഞങ്ങളൊരു സംഘമായി ഈ പരബ്രഹ്മ ക്ഷേത്രത്തിലെത്തി. എന്നിട്ട് ഒരു മഠത്തിൻ്റെ ഭജനപ്പുരയുടെ അകത്തായിരുന്നു ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അന്ന് എനിക്കൊപ്പം ഇന്നത്തെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ സിനു സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു, അതുപോലെ ബെന്നി, അതുപോലെ കരുനാഗപ്പള്ളിയിലെ ഞങ്ങളുടെ ലേഖകൻ ക്രിസ്റ്റോസിൻ്റെ സഹായി ഉമേഷ്. അങ്ങനെ തുടങ്ങിയൊരു വമ്പൻ നിരയുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളുണ്ട്, ക്യാമറ 4-5 ഉണ്ട്. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓച്ചിറയിലെത്തുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം എന്ന് പറഞ്ഞാൽ അത്ര ജനത്തിരക്കാണ്. ഭിക്ഷക്കാർ ഇങ്ങനെ തെരുതെരാ വരികയാണ്. ഇതിനിടയിലാണ് വ്യാജഭിക്ഷക്കാരുടെ ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ ഭിക്ഷാടനത്തിന് വന്നു കഴിഞ്ഞാൽ ഈ 12 ദിവസം കൊണ്ട് കുറച്ച് കാശുണ്ടാക്കാമെന്ന ആഗ്രഹത്തോടെ വരുന്ന ധാരാളം ആളുകൾ, അതുപോലെ ഇതിനിടയിൽ കഞ്ചാവ് വിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ അന്ന് നമ്മൾ ക്യാമറയിൽ പതിഞ്ഞു. ചിലരെയൊക്കെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചില നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 12 വിളക്കുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം, റിപ്പോർട്ടിംഗ് അനുഭവം. ആ 12 ദിവസത്തിൽ 10 ദിവസവും ഞാനവിടെ ക്യാമ്പ് ചെയ്താണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായിരുന്നു ഒരു അനുഭവം. ഇന്നിപ്പോൾ തുടങ്ങുമ്പോൾ നിരവധി ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത്രമാത്രം ഭംഗിയായി ആണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 350 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഷിഫ്റ്റ് അനുസരിച്ച് ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് CCTV സർവൈലൻസും ഉണ്ട് എല്ലാ ഭാഗങ്ങളിലും. എന്ത് കുറ്റകൃത്യം കണ്ടാലും ഉടനെ പോലീസ് ഇടപെടും. അത്ര കാര്യക്ഷമമാണ്. അതായത് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ACPയുടെ നേതൃത്വത്തിലാണ്. ആദ്യമായാണ് ഒരു വനിതാ ACP ഇതിന് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ രംഗത്ത് എത്തുന്നതും. അതുപോലെ തന്നെ ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉത്സവ ഛായയിലാണ്. അവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകൾ, അതുപോലെ കാർണിവലുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ, പിന്നെ ഭക്തജനങ്ങൾക്ക് വന്ന് സുഗമമായി അവിടെ സഞ്ചരിക്കുവാനുള്ള ഇടങ്ങൾ, കടകമ്പോളങ്ങൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓച്ചിറ ഇപ്പോൾ കേരളത്തിൻ്റെ ഹൃദയഭാഗമായി എന്ന് മാറാം. നമുക്ക് കഴിഞ്ഞ ദിവസം കൽപ്പാത്തി ഉത്സവം കഴിഞ്ഞു. കൽപ്പാത്തിയിലെ നമ്മൾ കണ്ടല്ലോ, കേരളം കൽപ്പാത്തിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. നിരവധി എന്തൊക്കെ വിവാദങ്ങളും കോളിളക്കങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ക്ഷേത്ര പാരമ്പര്യവും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മതേതര സ്വഭാവവും ഒക്കെ നമ്മുടെ മനസ്സ് ഉത്സവപ്പറമ്പുകളിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ഇന്ന് അയ്യപ്പ സന്നിധിയിൽ 10,000-കണക്കിന് ആളുകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ അതിലൊരു പങ്ക് ഓച്ചിറ ക്ഷേത്രത്തിലും എത്തുന്നു. അവിടെയും തിരി തെളിച്ച് ശരണം വിളിച്ചാണ് ആളുകൾ മല ചവിട്ടാൻ പോകുന്നത്. തീർച്ചയായും 12 വിളക്കുത്സവം ഓച്ചിറയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഉത്സവമായി മാറുകയാണ്. അത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് കേരളത്തിൻ്റെ മതേതര ഹൃദയത്തിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.